2 ദിനവൃത്താന്തം 22-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യെരുശലേം നിവാസികൾ അവന്റെ ഇളയ മകനായ അഹസ്യാവെ അവനു പകരം രാജാവാക്കി. അരബികളോടുകൂടെ പാളയത്ത് വന്ന പടക്കൂട്ടം മൂത്തവരെയൊക്കെയും കൊന്നുകളഞ്ഞിരുന്നു. ഇങ്ങനെ യഹൂദ രാജാവായ യഹോരാമന്റെ മകൻ അഹസ്യാവ് രാജാവായി. അഹസ്യാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 42 വയസ്സായിരുന്നു. അവൻ 1 സംവത്സരം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്കു അഥല്യ എന്നു പേർ. അവൾ ഒമ്രിയുടെ മകളായിരുന്നു. അവനും ആഹാബ് ഗ്രഹത്തിന്റെ വഴികളിൽ നടന്നു. ദുഷ്ടത പ്രവർത്തിപ്പാൻ അവന്റെ അമ്മ അവന് ആലോചനക്കാരത്തിയായിരുന്നു. അതുകൊണ്ട് അവൻ ആഹാബ് ഗ്രഹത്തെപ്പോലെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവർ അവന്റെ അപ്പൻ മരിച്ച ശേഷം അവന്റെ നാശത്തിനായി അവന്റെ ആലോചനക്കാരായിരുന്നു. അവരുടെ ആലോചന പോലെ അവൻ നടന്നു. യിസ്രായേൽ രാജാവായ ആഹാബിന്റെ മകൻ യോരാമിനോടുകൂടെ അവൻ ഗിലെയാദിലെ രാമോത്തിൽ അരാം രാജാവായ ഹസായേലിനോട് യുദ്ധത്തിനു പോയി. എന്നാൽ അരാമിയർ യോരാമിനെ മുറിവേൽപ്പിച്ചു. അരാം രാജാവായ ഹസായേലിനോടുള്ള യുദ്ധത്തിൽ രാമയിൽ വെച്ചു ഏറ്റ മുറിവുകൾക്ക് ചികിത്സ ചെയ്യേണ്ടതിന് അവൻ ഇസ്രയേലിൽ മടങ്ങിപ്പോയി. യഹൂദ രാജാവായ യഹോരാമിന്റെ മകൻ അസരിയാവ് ആഹാബിന്റെ മകനായ യഹോരാം ധീരമായി കിടക്കുകയാൽ അവനെ കാണുവാൻ ഇസ്രയേലിൽ ചെന്നു. യോരാമിന്റെ അടുക്കൽ ചെന്നത് അഹസ്യാവിന് ദൈവഹിതത്താൽ നാശഹേതുവായി ഭാവിച്ചു. അവൻ ചെന്ന സമയം ആഹാബ് ഗ്രഹത്തിന് നിർമൂലനാശം വരുത്തുവാൻ യഹോവ അഭിഷേകം ചെയ്തവനായ നിംഷിയുടെ മകനായ യേഹുവിന്റെ നേരെ അവൻ യഹോരാമിനോടുകൂടെ പുറപ്പെട്ടു. യേഹു ആഹാബ് ഗ്രഹത്തോട് ന്യായവിധി നടത്തുകയിൽ അവൻ യഹൂദ പ്രഭുക്കന്മാരെയും അഹസ്യാവിനു ശുശ്രൂഷ ചെയ്യുന്നവരായ അഹസ്യാവിന്റെ സഹോദരന്മാരുടെ പുത്രന്മാരെയും കണ്ടു അവരെ കൊന്നുകളഞ്ഞു. പിന്നെ അവൻ അഹസ്യാവെ അന്വേഷിച്ചു. അവൻ ശമര്യയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അവർ അവനെ പിടിച്ചു യേഹുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു കൊന്നു. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ അന്വേഷിച്ച് യഹോശാഫാത്തിന്റെ മകനല്ലോ എന്ന് പറഞ്ഞ് അവർ അവനെ അടക്കം ചെയ്തു. ഇങ്ങനെ അഹസ്യാവിന്റെ ഗ്രഹത്തിൽ ആർക്കും രാജ്യത്വം വഹിപ്പാൻ ശക്തിയില്ലാതെയിരുന്നു. അഹസ്യാവിന്റെ അമ്മയായ അഥല്യ തന്റെ മകൻ മരിച്ചുപോയി എന്ന് കണ്ടിട്ട് എഴുന്നേറ്റു യഹൂദഗ്രഹത്തിലെ രാജസന്തതിയെയൊക്കെയും നശിപ്പിച്ചു. എന്നാൽ രാജകുമാരിയായ യഹോശബത്ത് കൊല്ലപ്പെടുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ നിന്ന് അഹസ്യാവിന്റെ മകനായ യോവാശിനെ മോഷ്ടിച്ചെടുത്തു അവനെയും അവന്റെ ധാത്രിയെയും ഒരു ശയനഗ്രഹത്തിലാക്കി. ഇങ്ങനെ യഹോരാം രാജാവിന്റെ മകളും യഹോയാദാ പുരോഹിതന്റെ ഭാര്യയുമായിരുന്ന യഹോശബത്ത് അവളുടെ അഹസ്യാവിന്റെ സഹോദരിയല്ലോ. അഥല്യ അവനെ കൊല്ലാതിരിക്കേണ്ടതിന് അവനെ ഒളിപ്പിച്ചു. അവൻ അവരോടുകൂടെ 6 സംവത്സരം ദൈവാലയത്തിൽ ഒളിച്ചിരുന്നു. എന്നാൽ അഥല്യ ദേശം വാണു.